ഹായ് ആർമീസ്, ഞാൻ ഡോണ്ട് ലിവ് എനിവറിൻ്റെ 5th എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോക്കകത്ത് നല്ല ലെങ്ത്ത് കുറവായിരിക്കും. കുറച്ചും കൂടെ ലെങ്ത്ത് ഞാൻ ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷേ ഈ ആഴ്ച ഫുൾ എനിക്ക് കുറേ പരിപാടികളുണ്ടായിരുന്നു. ഇനി അടുത്ത 2 ആഴ്ചയ്ക്ക് ഞാൻ ഫുൾ ബിസി ആയിരിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം ചെയ്തത്ര പോസ്റ്റ് ചെയ്യാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് എന്തായാലും കുറച്ചും കൂടി ലെങ്ത്ത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും പോയി ഈ എപ്പിസോഡ് കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. അമൻ, നീ ഇപ്പൊ ഓക്കെ അല്ലേ? വേദനയൊന്നും ഇല്ലല്ലോ? ഇപ്പോ ശരിക്കും നടക്കാൻ പറ്റുന്നില്ലേ? ആ ഡോക്ടർ, ഞാൻ ഓക്കെയാ. എനിക്ക് വേദന ഒന്നുമില്ല, ശരിക്കും നടക്കാൻ പറ്റുന്നുണ്ട്. കാർത്തിക്, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ? അമൻ, നീ ഓക്കെ അല്ലേ? ആ ചേട്ടാ, ഞാൻ ഓക്കെയാ. അമൻ അവന്റെ ഭാഗം കൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞപ്പോ നിനക്ക് സമാധാനം കിട്ടിയ കാർത്തിക്? ഇത്രയും മാസം അവൻ തീ തിന്ന നടന്നുകൊണ്ടിരുന്നത്. എങ്ങനെ തീരുന്നാതിരിക്കും? ഞാൻ കാണല്ലേ ഇവൻ. ചേട്ടൻ ഇതുവരെ ഇത് വിട്ടില്ല. ഞാൻ പറഞ്ഞു ആ കാര്യം വിട്ടേക്കാൻ. ചേട്ടൻ ഒരു അബദ്ധം പറ്റിയതല്ലേ? ചേട്ടൻ എന്നെ വണ്ടി വെച്ചിട്ട് റോഡിൽ കളഞ്ഞിട്ടൊന്നും പോയില്ലല്ലോ. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഇത്ര നാളെ എന്റെ കാര്യങ്ങളൊക്കെ നോക്കി. ഇപ്പൊ ഞാൻ ഓക്കെ ആയി, നടക്കാന്ന് വരാൻ തുടങ്ങി. പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഓക്കെ, ഞാൻ ഇനി പറയുന്നില്ല. അതാ നല്ലത്. പിന്നെ കാർത്തിക്, നീ അമന് കൊടുക്കാൻ തന്നെ സർപ്രൈസ് കൊടുക്കുന്നില്ലേ? ആടാ അമൻ, ഞാൻ ഇന്നലെ നൈറ്റിനോട് പറഞ്ഞില്ല നിനക്കൊരു സർപ്രൈസ് തരാന്ന്. ആ പറഞ്ഞു. നീ നിന്റെ പുറകോട്ടും തിരിഞ്ഞു നോക്കിക്കേ. ഹായ് അമൻ. വിഷ്ണു ചേട്ടാ, ചേട്ടൻ എങ്ങനെ ഇവിടെ? അത് നീ നിന്റെ കാർത്തിക് ചേട്ടനോട് ചോദിക്കുക. ഞാൻ നിന്റെ വിഷ്ണു ചേട്ടനെ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. പിന്നെ നിന്റെ കാര്യം ഞാൻ വിഷ്ണുവിനോട് ഇൻഫോം ചെയ്തു. പിന്നെ വിഷ്ണു നിന്നെ കൂട്ടാൻ വീട്ടിലേക്ക് വരാനിരിക്കുമായിരുന്നു. ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. നീ ഓക്കെ കഴിയുമ്പോൾ നിന്നെ ഞാൻ കൊണ്ട് വിട്ടേക്കാമെന്നും പറഞ്ഞു. പിന്നെ വിഷ്ണുവിനെ ഞാൻ കണ്ടുപിടിച്ച കാര്യം നിന്നോട് പറയണ്ടെന്നും ഞാൻ തന്നെ വിഷ്ണുവിനോട് പറഞ്ഞത്. പറഞ്ഞ പിന്നെ നീ വിഷ്ണുവിൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കില്ല, അതുകൊണ്ടാണ് പറയണമെന്ന് പറഞ്ഞു. വിഷ്ണു പിന്നെ എല്ലാത്തിനും ഓക്കെയും പറഞ്ഞു. ഇപ്പൊ നീ ഓക്കെ അല്ലേ അമ്മൻ? ആ, ഞാൻ ഓക്കെയാ. പിന്നെ കുഞ്ഞു, വിഷ്ണുവേട്ടൻ അവരൊക്കെ? നിന്നെ കാണാതെ എന്നോട്ട് അവർ പിച്ച് പിടിച്ച് നടന്നുകൊണ്ടിരുന്നത്. അവരിങ്ങോട്ട് വരാൻ പറഞ്ഞു. പിന്നെ ഞാനാ പറഞ്ഞ വേണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കാർത്തിക് വിളിച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയത്, അവർക്കൊരു സമാധാനം കിട്ടിയത്. നിന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് നിന്നെ കൊണ്ട് അവരെ വിളിപ്പിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ കുഞ്ഞുവിനെ ഒരുപാട് മിസ് ചെയ്തു. എനിക്കുള്ള സൗണ്ട് കേൾക്കണം. ആ അമ്മൻ, അവൾ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ പോയാലോ? ഇവരോടൊക്കെ ബായ് പറഞ്ഞിട്ട് വാ. വിഷ്ണു, അമ്മനെ ഞാൻ നാളെ വീട്ടിൽ കൊണ്ടുവിടാം. ഇന്നവൻ എൻ്റെ കൂടെ നിന്നോട്ടെ. അന്ന് അങ്ങനെ ആയിക്കോട്ടെ. അമൻ, നീ നാളെ കാർത്തികിൻ്റെ കൂടെ അങ്ങോട്ട് വന്നാൽ മതിയേ. എന്നാൽ കാർത്തിക്, അമൻ, ഡോക്ടർ, ഞാൻ ഇറങ്ങുക. എനിക്ക് ഓഫീസിൽ കയറാൻ ടൈം ആയിട്ടുണ്ട്. നന്ദു, നീ ഉറങ്ങുന്നൊന്നുമില്ലേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ സ്കൂളിൽ പോകാനുള്ളതാ. വേണ്ട, നീ പോയി കിടന്ന് വന്ന്. എന്തോ നീ കിടന്ന് വാശി പിടിക്കല്ലേ? ചേട്ടാ, നമുക്ക് കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നോട്ടെ. കുറച്ചു കഴിഞ്ഞ് ഞാൻ തന്നെ അവനെ റൂമിൽ കൊണ്ട് കഴുത്തി ഓർത്തിക്കോളാം, പ്ലീസ്. ആ ഓക്കെ. നന്ദു, കുറച്ചു നേരം കഴിഞ്ഞ് നീ പോയി കിടന്ന് ഉറങ്ങിക്കോണം. കാർത്തികേട്ടാ. അമൻ, നീയോ? എന്താ, നിനക്ക് ഉറപ്പില്ലേ? ഇല്ല, ഉറക്കം വന്നില്ല. നീ ചുമ്മാ ഇങ്ങോട്ട് വന്നാണോ അല്ല ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നാണോ? സത്യം പറയുവാണെങ്കിൽ ചേട്ടനോട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതാ. ചേച്ചി പറഞ്ഞു ചേട്ടൻ ഇങ്ങോട്ട് കയറി എന്നെ കണ്ടു. ഓ അങ്ങനെ. നന്ദു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡാഡിക്ക് ഉറക്കം വന്നെങ്കിൽ ഡാഡ ബാൽക്കണി പോയിട്ട് ആകാശത്തേക്ക് നോക്കി നിൽക്കുമെന്ന്. സത്യം പറയുവാണെങ്കിൽ ഇവിടുന്ന് ആകാശം കാണാൻ നല്ല ഭംഗിയാ. കാർത്തികേട്ടാ, താങ്ക്സ്. താങ്ക്സ്? അതെന്തിനാ? ഈ 6 മാസം നിന്നെ നോക്കിയതിനാണോ? ആണെങ്കിൽ അത് വേണ്ട. ഞാനാ നിന്നെ വന്ന് വണ്ടി ഇടിച്ചത്. ഞാൻ കാരണം നീ ഈ അവസ്ഥയിലായത്. അതുകൊണ്ട് നിന്നെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കായിരുന്നു. അതുകൊണ്ട് ഞാനത് ചെയ്തു. ഈ ലോകത്ത് എന്തോരം വരെ വണ്ടി ഇടിക്കുന്നുണ്ട്. അവരൊക്കെ അവരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പകുതി 3/4 പേര് നിർത്താറില്ല. അപ്പൊ ചേട്ടൻ എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ 6 മാസം എന്നെ നന്നായി നോക്കി. പിന്നെ വിഷ്ണു ചേട്ടനെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്തു. അയാൾക്ക് എന്റെ വെല്ലുവിളിക്കെതിരെ കേസ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്തു. എന്റെ ഫാമിലിനെ അന്വേഷിക്കണമെന്ന് എനിക്കറിയാം. ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ ചേട്ടനോട് എങ്ങനെ താങ്ക്സ് പറയാതിരിക്കുന്നേ?
പിന്നെ ഈ 6 മാസം ഒരു രാത്രി ആണെങ്കിൽ പോലും ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ സാധിച്ചതിന്. നിന്നെ കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നത്? നിന്റെ അത്ര പോലും പ്രശ്നങ്ങൾ എനിക്കില്ല, പക്ഷെ എന്നെ കൊണ്ട് പറ്റാറില്ല. ആ സമയത്ത് ഇത്രയും പ്രശ്നങ്ങളിടയിൽ ഇങ്ങനെ ചിരിക്കുന്നത്, എന്തായാലും നിന്റെ ഈ ചിരി എനിക്ക് ഏറ്റവും ഇഷ്ടം. ലൈഫ് ലോങ് ഇങ്ങനെ ചിരിച്ച് ഹാപ്പിയായിട്ട് ചിരിക്കുക. നീ നാളെ പോവാണല്ലേ? നിന്നെ ശരിക്കും മിസ് ചെയ്യും. ഞാനും ചേട്ടനെ നന്ദുവിനെ മിസ് ചെയ്യും. നീ പോവാന്ന് നന്ദുവിനോട് പറഞ്ഞോ? ഇല്ല, പറയാൻ തോന്നിയില്ല. പറയണ്ട, പറഞ്ഞോ, നിന്നെ പോകാൻ പറ്റില്ല. നീ പോയി കഴിഞ്ഞ് ഞാൻ തന്നെ അവനോട് പറഞ്ഞോളാം. ചിലപ്പോൾ കുറച്ച് കാര്യം പിന്നെ വാശി പിടിക്കുന്നതിനെ കാണുമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് ശരിയായിക്കോളും. നന്ദുവിന് എന്നെ കാണണമെന്ന് തോന്നുവാണെങ്കിൽ അവൻ എൻ്റെ അടുത്തിട്ട് കൊണ്ടുപോരണേ. അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നോളാം. പിന്നെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, വിളിക്കാതിരിക്കരുത്. പിന്നെ ഇത്രയും ദിവസം നന്ദുവിനെയും എന്നെയും ഹാപ്പിയായിട്ട് വെച്ചതിന് താങ്ക്സ്. എന്നാൽ ശരി അമ്മൻ, ഞാൻ ഇറങ്ങുക. നീ നിന്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം, മരുന്നൊക്കെ കഴിക്കണം. കുറച്ച് നാളും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ കഴിക്കണം. പിന്നെ നിന്റെ ഫാമിലിയെ പറ്റി ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊരു പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാടാ. പിന്നെ നിനക്ക് ടൈം കിട്ടുമ്പോൾ നീ വീട്ടിലേക്ക് വാ, ഞാൻ വല്ലപ്പോഴും നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ചേട്ടാ. പിന്നെ അമ്മൻ, ദേ ഈ ഫോൺ നീ പിടിച്ചോ. ഇതിനകത്ത് എൻ്റെ നമ്പറും ലിയയുടെ നമ്പറും ആരുടെ നമ്പറും സേവ് ചെയ്തിട്ടുണ്ട്. എന്താവശ്യം നിങ്ങൾ ആരെ വേണമെങ്കിലും വിളിക്കാൻ നിനക്ക്. എന്നാ അമ്മൻ, ഞാൻ ഇറങ്ങുക. വിഷ്ണു, ഞാൻ ഇറങ്ങുക. നിനക്ക് എന്തൊരു ആവശ്യം എന്നെ വിളിച്ചേക്കണം. പിന്നെ അമ്മനെ നന്നായിട്ട് നോക്കിക്കോണേ. കാർത്തിക്, ഞാൻ നോക്കിക്കോളാം. അവനെ നോക്കാൻ വേണ്ടി തന്നെയല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിപ്പിച്ചത്. പിന്നെ അവൻ എൻ്റെ കുഞ്ഞനിയന, അവനെ ഞാൻ നോക്കാതിരിക്കുമോ? ബൈ അമ്മൻ. ബൈ ചേട്ടാ. क्यों दिखे मुझे तू सिरहाने मेरे, सोच के तेरी बातें हम मुस्कुराने लगे।